Hello, welcome back. Question number 15. If one of the zeros of the quadratic polynomial alpha minus 1 x square plus alpha x plus 1 is minus 3, then the value of alpha is. ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 0 ഈസ് അല്ലെങ്കിൽ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ -3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കേസിൽ ഈ -3 ഈ എക്സിന് പകരം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ 0 ആണെന്ന് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കപ്പോൾ പറയാം പി ഓഫ് -3 0 ആയിരിക്കും എന്ന് എഴുതുക. എന്നിട്ട് ഇക്വേഷൻ ഒന്നുകൂടെ എടുത്തെഴുതി ആൽഫ മൈനസ് 1 എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി എക്സിന് പകരം -3 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആൽഫ മൈനസ് 1 അതുപോലെ എഴുതി ആൽഫ മൈനസ് 1 എക്സ് സ്ക്വയറിന് പകരം -3യുടെ സ്ക്വയർ. ഇവിടെ ആൽഫ എക്സ് ആണ്, ഈ പ്ലസ് അതുപോലെ ഇട്ടു. ആൽഫ ഇൻറ്റു എക്സിന് പകരം -3 പ്ലസ് 1 ഈക്വൽ ടു 0. ആൽഫ മൈനസ് 1 ഇൻറ്റു -3യുടെ സ്ക്വയർ -3 ഇൻറ്റു -3 9 പ്ലസ് ആൽഫ ഇൻറ്റു -3 -3 ആൽഫ മൈനസ് ഇൻറ്റു ഇവിടെ പ്ലസ് -3 ആൽഫ പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി ആൽഫ മൈനസ് 1 ഇൻറ്റു 9 ഇതുപോലെ തന്നെ എഴുതി. എന്നിട്ട് ഇവിടെ പ്ലസ് ഈ പ്ലസ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു മൈനസ് പ്ലസ് മൈനസും കൂടെ വന്നു. അപ്പോൾ -3 ആൽഫ എന്ന് എഴുതി പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി നോക്കിയാൽ ബ്രാക്കറ്റിന് പുറത്ത് 9 ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേമിനെയും ഈ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നടുവിലത്തെ സൈൻ അതുപോലെ ഇടണം. അപ്പോൾ 9 ഇൻറ്റു ആൽഫ 9 ആൽഫ, ഈ മൈനസ് അതുപോലെ ഇട്ടു. 9 ഇൻറ്റു 1 9 -3 ആൽഫ പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി 9 ആൽഫയും 3 ആൽഫയും ഒരേപോലത്തെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ അടുപ്പിച്ചെഴുതി. ഈ -9ഉം ഈ പ്ലസ് 1ഉം നമ്പേഴ്സാണ്, അത് അടുപ്പിച്ചെഴുതി. അപ്പോൾ 9 ആൽഫ -3 ആൽഫ എന്ന് പറഞ്ഞാൽ 6 ആൽഫ -9 പ്ലസ് 1 -8. അപ്പോൾ 6 ആൽഫ ഈക്വൽ ടു, ഇനിയിപ്പോൾ 6 ആൽഫ മാത്രം നമ്മൾ എടുക്കുകയാണ്. 6 ആൽഫ ഈക്വൽ ടു 8. ഈ 8നെ -8നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി പ്ലസ് 8 ആയി. അപ്പോൾ ആൽഫ ഈക്വൽ ടു 6 ഇൻറ്റു ആൽഫയാണ്. അപ്പോൾ ഇപ്പുറത്തോട്ട് ഈ 6നെ കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യും. 8/6 എന്നാക്കി. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 2s are 6, 4 2s are 8. 4/3 ഓപ്ഷൻ നമ്പർ സി. ഓക്കെ.